വഴിയായി സത്യമായി ജീവനായെന്നും വാഴും യേശു മഹേശനെ അങ്ങേ വാഴ്ത്തുന്നു നാഥ, ആരാധിക്കുന്നേശുനാഥ. ആകാശത്തിൻ കീഴിൽ ഭൂതലം തന്നിൽ അവിടുന്നാണേക ദൈവം. അധ്വാനിക്കുന്നോർക്കും ആലംബഹീനർക്കും ആദിവ്യനാമം രക്ഷാനാമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാണ് ഇന്നേ ദിവസം തിരുസഭ ആഘോഷിക്കുന്നത്. സർവ്വലോക രാജനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ കൂടിയാണ് ഇന്നേ ദിവസം തിരുസഭ ലോകമാസകലം ആഘോഷിച്ചു വരുന്നത്. ഈശോയുടെ ഈ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് ഈ ബലിവേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും രാജാവും നമ്മുടെ ഏവരുടെയും രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ ഈ ബലിയർപ്പിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായിട്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയും ഞാനും മാത്രമുള്ള ഈ അവസ്ഥയിലോട്ട് എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുക. ഈശോയുടെ ബലിയർപ്പിക്കുവാനായിട്ട് നമ്മെ തടസ്സപ്പെടുത്തുന്ന ഓരോ പാപങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെയും ദൈവസ്നേഹത്തിനെതിരായിട്ട് ചെയ്തു പോയ ഓരോ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. സഹോദര സ്നേഹത്തിനെതിരായിട്ട് ചെയ്തു പോയ ഓരോ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിത സ്ഥിതിക്ക് എതിരായിട്ട് ചെയ്തു പോയ ഒരപ്പൻ എന്ന നിലയിൽ കടമകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ? ഒരമ്മയെന്ന നിലയിൽ കടമകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ? മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ കടമകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ? അതൊക്കെ ഓർത്ത് ഈശോയോട് മാപ്പപേക്ഷിക്കാം. സ്നേഹത്തിൻ്റെ ഈ ബലിയർപ്പിക്കുവാനായിട്ട് നിർമ്മലമായ ഒരു ഹൃദയം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ ബലിയർപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുരാജത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിവസം പ്രത്യേകമാം വിധം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ക്രിസ്തുരാജൻ്റെ യൂണിറ്റിൻ്റെ, കുടുംബ യൂണിറ്റിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇടവകയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച മുതൽ ആഗമന കാലഘട്ടമാണ്. ഈശോയുടെ വരവിനായിട്ട്, ജനനത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. നമുക്ക് ഏവർക്കും ഒന്ന് ചേർന്നുകൊണ്ട് കുംഭസാരത്തിനുള്ള ജപം ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവ്വലോകത്തിൻ്റെയും രാജനായ അങ്ങീ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യാനും അനവരതം അങ്ങേ വാഴ്ത്തി പുകഴ്ത്താനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളയണമേ. ആമേൻ. യെശയ്ക്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും, എൻ്റെ അജഗണമേ, നിങ്ങളെ ഒരാടിനും വേറൊരാടിനും മധ്യേ ഞാൻ ഒരു വിധി പ്രസ്താവിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ അന്ധകാരപൂർണമായ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനനായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിന് മധ്യയും മുട്ടാടിനെയും കോലാടിനെയും മധ്യേ ഞാൻ വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. പച്ചയായ പുൽത്തഴയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീരരാകുന്നതുപോലെ ക്രിസ്തുവിൽ
എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആശംസകൾ നേരുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഇന്നേ ദിവസം പ്രത്യേകമാം വിധം ക്രിസ്തുരാജൻ്റെ നാമധേയത്തിലുള്ള BCC കൂട്ടായ്മ ഈ തിരുനാൾ ആഘോഷിക്കുകയാണ്, ഈ ബലിക്ക് നേതൃത്വം നൽകുകയാണ്. അവർക്ക് ഏവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. എങ്ങനെയാണ് ക്രിസ്തുരാജ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചത്? അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഏറ്റവും അവസാനം, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറായി ആഘോഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ആണ്ടുവട്ടത്തിലെ ഓരോ ദിവസവും വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് സഭാപിതാക്കന്മാർ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് വിശുദ്ധന്മാരെയും അതുപോലെ തന്നെ തിരുനാളുകളുമൊക്കെ സെറ്റ് ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴാണ് ക്രിസ്തുരാജൻ്റെ തിരുനാളിന് തിരുസഭ ആരംഭം കുറിക്കുന്നത്. പിയൂസ് 11 മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സാർവത്രികമായിട്ട് തിരുസഭയിൽ ആഗമനം ആഘോഷിക്കണം എന്ന് ആജ്ഞാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യരാശി ആകമാനം നെട്ടോട്ടത്തിലായിരുന്നു. ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എവിടെ നിന്നാണ് സമാധാനം ലഭിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും കുറച്ചാളുകൾ കമ്മ്യൂണിസം എന്ന ആശയത്തിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. വേറെ കുറച്ചാളുകൾ മുതലാളിത്തം എന്ന ആശയത്തിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. വേറെ കുറച്ചാളുകൾ സാമ്പത്തികമായിട്ടുള്ള മുന്നാക്ക സ്ഥിതി എത്തിച്ചേരുന്നത് വഴിയായിട്ട് സമാധാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. ചില ആൾക്കാർ ഭൗതികമായിട്ടുള്ള സമാധാനം നൽകുന്ന തരത്തിലുള്ള മരുന്നുകളിൽ ആശ്രയം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ക്രിസ്തീയ സഭയ്ക്ക് ഇതൊക്കെ നോക്കിക്കണ്ട് നിൽക്കുവാനായിട്ട് സാധിക്കുന്നതല്ലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആത്യന്തികമായിട്ട് സമാധാനം നൽകുവാനായിട്ട് ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിനായിട്ട് ക്രിസ്തുവിനെ നൽകുവാനായിട്ട്, ക്രിസ്തുരാജൻ്റെ സമാധാനം വരുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് പിയൂസ് 11 മാർപ്പാപ്പ ഈ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ലോകത്തിൻ്റെ പിന്നീടുള്ള ഗതി അത് പൂർണ്ണമായിട്ടും ശരിവയ്ക്കുന്നതായിരുന്നു. കാരണം മുതലാളിത്ത വ്യവസ്ഥയിലുള്ള രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലുള്ള രാജ്യങ്ങളും ഒന്നൊന്നായിട്ട് തകർന്നു വീണപ്പോഴും ക്രിസ്തുവിൻ്റെ രാജ്യത്വം, ക്രിസ്തു നൽകുന്ന സമാധാനം ഒരിക്കലും അവസാനിക്കാത്തതായിട്ട് ഇന്നും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ഭൗതിക അവസ്ഥകളിലുമൊക്കെ തുടരുകയാണ്. ക്രിസ്തു ജനിച്ചു വീഴുന്നത് തന്നെ കാണാനെത്തുന്നവർക്ക് സമാധാനമാണ് നൽകുന്നത് എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പോടുകൂടി തന്നെയാണ്. മാലാഖമാർ പാടുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. ആട്ടിടയന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ നൽകുന്ന സന്ദേശവും ഇത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് സമാധാനം നൽകുവാനായിട്ട് ദാവീദിൻ്റെ പുത്രൻ യേശു ജനിച്ചിരിക്കുകയാണ് ബത്ലഹേമിൽ. തുടർന്ന് ഇങ്ങോട്ട് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിക്കുമ്പോഴും തുടങ്ങുന്ന വചനം, ഞാൻ സമാധാനം നൽകുവാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള വചനമാണ്. ബന്ധിതർക്ക് മോചനം നൽകുവാനായിട്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസം നൽകുവാനായിട്ട്, എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം പ്രഘോഷിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്. അവസാനം തൻ്റെ ശിഷ്യന്മാരോടും ക്രിസ്തു പറയുന്നതും ഇതുതന്നെയാണ്, നിങ്ങൾക്ക് സമാധാനം. സിഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ വന്നു നിന്നുകൊണ്ട് എല്ലാവരോടും ആശംസിച്ചതും, നിങ്ങൾക്ക് ഞാൻ സമാധാനം നൽകിയിട്ട് പോകുകയാണ് എന്നാണ്. എൻ്റെ സമാധാനം ഈ ലോകത്തിൻ്റെ സമാധാനമല്ല, അതിനേക്കുള്ള ഉപരിയായിട്ട്
ദൈവത്തിൻ്റെ സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈശോ വന്നത് സമാധാനം നൽകുവാനാണ് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടും മറ്റ് തത്വചിന്തകളിലോ തത്വവിശ്വാസങ്ങളിലോ അതുമല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളുടെ വളർച്ച മൂലമോ ഉണ്ടാകുന്ന സമാധാനത്തിലല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ടുമാണ് തിരുസഭ ഈ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം നൽകുന്ന, ക്രിസ്തു നൽകുന്ന സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഈ സമാധാനത്തിൽ എങ്ങനെയാണ് നമുക്ക് വിലയം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ നന്മകൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ എൻ്റെ രാജ്യത്തിലേക്ക്, എൻ്റെ സമാധാനത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തരം കൂടിയാണ്. ക്രിസ്തു പറയുന്നത് നീ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. നിന്റെ സമൂഹത്തിൽ നീ കാണുന്ന പാവപ്പെട്ടവരിൽ നീ എന്നെ ദർശിക്കുക. ഒരു നഗ്നനെ കാണുമ്പോൾ നിന്റെ കൈവശമുള്ള ഒരു ഉടുപ്പ് അവന് കൊടുക്കുമ്പോൾ ഞാനിതാ ക്രിസ്തുവിനെ ആണ് ഉടുപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യുക. ഒരു രോഗിയെ കാണുവാനായിട്ട് പോകുമ്പോൾ ക്രിസ്തുവാണ് രോഗിയായിട്ട് കിടക്കുന്നത്, അവനെ സ്നേഹിക്കേണ്ടതും സമാശ്വസിപ്പിക്കേണ്ടതും എൻ്റെ കടമയാണ്, എൻ്റെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ പലവിധം ആൾക്കാരെ നാം കണ്ടുമുട്ടാറുണ്ട്. ആവശ്യമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളായിട്ടായിരുന്നാലും ശരി, അതുപോലെ തന്നെ അന്യരായിട്ടായിരുന്നാലും ശരി, അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പോലെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് നൽകുവാനായിട്ട്, നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളായ്മയിൽ നിന്നുമൊക്കെ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ പ്രവേശിക്കുവാനായിട്ട് നാം ഓരോരുത്തരും സർവ്വദാ യോഗ്യരാണ്. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു ദിവസം ഒരു സ്ത്രീക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭവനത്തിൽ ഞാൻ നാളെ വരുന്നതായിരിക്കും, നീ ഒരുങ്ങിയിരിക്കുക. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പിറ്റേ ദിവസം ആ സ്ത്രീ എഴുന്നേറ്റത്. ആ സ്ത്രീ എഴുന്നേറ്റ് തൻ്റെ ഭവനം അടിച്ചു വാരി വൃത്തിയാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള വിരികൾ വിരിച്ച് ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി ഒക്കെ ദൈവത്തെ കാത്തിരുന്നു. അങ്ങനെ ദൈവത്തെ കാത്തിരിക്കുന്ന അവസരത്തിലാണ് ഒരു ഭിക്ഷക്കാരൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ആ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് വിശക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അപ്പോൾ ഈ സ്ത്രീ, ദൈവത്തെ കാത്തിരിക്കുന്ന ഈ സ്ത്രീ ആ ഭിക്ഷക്കാരനെ അടിച്ചോടിച്ചുകൊണ്ട് പറഞ്ഞ്, ഇവിടെ ദൈവത്തെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിന്നെയല്ല. ഇത് ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളാണ്, അത് നിനക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രോഗിയായ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, എനിക്ക് രോഗാവസ്ഥയിലാണ്, എനിക്ക് കുറച്ച് പണം നൽകണം, എനിക്ക് ആശുപത്രിയിലേക്ക് പോകാനാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യനെയും ആ സ്ത്രീ ആട്ടിപ്പായിച്ചു. സമയം കടന്നു പോകുന്തോറും ആ സ്ത്രീക്ക് വളരെയധികം ദേഷ്യവും ദുഃഖവും നിരാശയും ഒക്കെ തോന്നി. കാരണം ദൈവത്തെ കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് എത്രയോ സമയമായിരിക്കുന്നു എന്നായിരുന്നു ആ സ്ത്രീ ചിന്തിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി പോയ ഒരു നിരാലംബയായ ഒരു സ്ത്രീ കയറി വന്നു. ആ സ്ത്രീയും ഈ സ്ത്രീയോട് ആവശ്യപ്പെട്ടു, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. പക്ഷേ ആ സ്ത്രീക്കും ഒന്നും കൊടുക്കാതെ ആ സ്ത്രീയെയും ഓടിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ രാത്രി ആയി, സൂര്യൻ അസ്തമിച്ചു. ആ സ്ത്രീ നിരാശയോടുകൂടി തൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി തൻ്റെ വിരികളെല്ലാം വീണ്ടും മടക്കി അലമാരിയിലും വെച്ചു. അതിനുശേഷം കിടന്നുറങ്ങുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് വീണ്ടും ആ സ്ത്രീ സ്വപ്നം കാണുന്നത്. ദൈവം അവളോട് ചോദിക്കുകയാണ്, ഞാൻ വന്നിട്ട് നീ എന്താ എന്നെ സ്വീകരിക്കാതിരുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര നേരമായി അങ്ങേ കാത്തിരുന്നു, എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത്? ഞാൻ എത്ര സാധനങ്ങളാണ് ഒരുക്കി വെച്ചിരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ചെയ്യാത്ത വിധത്തിൽ സൂക്ഷ്മതയോടും രുചികരവുമായി തയ്യാറാക്കിയ എൻ്റെ ഭക്ഷണ സാധനങ്ങളെല്ലാം തണുത്തു വിറച്ച് ഫ്രിഡ്ജിലിരിക്കുകയാണ്. എൻ്റെ ഭവനത്തിലുള്ള ഏറ്റവും നല്ല വിരികളാണ് നിനക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ
എൻ്റെ ഭവനം മുഴുവൻ അലങ്കരിച്ചു വെച്ചത്. പക്ഷെ നീ മാത്രം വന്നില്ല, എന്തുകൊണ്ട് നീ വരാതിരുന്നു എന്നുള്ള പരാതി ആ സ്ത്രീ ദൈവത്തോട് ഉണർത്തിച്ചു. അപ്പോൾ ദൈവം പറയുകയായിരുന്നു, ഞാൻ നിന്നെ കാണുവാനായിട്ട് വന്നു. ആദ്യം വന്നത് ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായിരുന്നു, രണ്ടാമത് വന്നത് രോഗിയുടെ രൂപത്തിലായിരുന്നു, മൂന്നാമത് വന്നത് ആരോരുമില്ലാത്ത ഒരു വൃദ്ധയുടെ രൂപത്തിലുമായിരുന്നു. പക്ഷേ നീ എന്നെ സ്വീകരിക്കാതെ എന്നെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നൽകുന്ന ഒരു വലിയ പാഠം, എല്ലാവരിലും ദൈവത്തെ കാണുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ സുവിശേഷവും അത് തന്നെയാണ് നമുക്ക് നൽകുന്ന പാഠം. വിശക്കുന്നവരിലും, രോഗിയിലും, നഗ്നനിലും, കാരാഗൃഹത്തിൽ കഴിയുന്നവരിലും, ആശുപത്രി കിടക്കയിൽ കഴിയുന്നവരിലുമൊക്കെ ദൈവത്തെ കാണുവാനും അവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുവാനും സാധിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരികയും നമ്മുടെ അസമാധാനമായ അവസ്ഥകൾ മാറ്റിക്കൊണ്ട് സമാധാനം നിറയ്ക്കുകയും ചെയ്യും. ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസത്തിലെ പ്രാർത്ഥന. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ ദൈവപിതാവിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ സഭയെ കനിവാർന്ന് സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ലോകം മുഴുവനുമുള്ള ജനതകളുടെ ഇടയിൽ കനിവാർന്ന് ഹൃദയൈക്യം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ ആവശ്യങ്ങളാൽ ഞെരുങ്ങുന്ന എല്ലാവർക്കും കനിവാർന്ന് കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നമ്മളെ എല്ലാവരെയും അവിടത്തേക്ക് സ്വീകാര്യമായ ബലിവസ്തുക്കളായി സ്വീകരിക്കുവാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് പോയ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തി നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങു തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സമ്പാദിപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളയണമേ. ആമേൻ. നിൻ സ്നേഹമലരിൽ നൽ ത്യാഗമുണർത്താം, കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. നിൻ സ്നേഹമലരിൽ നൽ ത്യാഗമുണർത്താം, കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. ഈ യാഗപീഠം നിൻ സ്വർഗീയ ഗേഹം, ഈ യാഗപീഠം നിൻ സ്വർഗീയ ഗേഹം, മുന്തിരി നിരവിൽ ചേരും നൽ ഭോജ്യമായി തീർന്നിടും ശാന്തിയിൽ വേദിയായി. മുന്തിരി നിരവിൽ ചേരും നൽ ഭോജ്യമായി തീർന്നിടും ശാന്തിയിൽ വേദിയായി. നിൻ സ്നേഹമലരിൽ നൽ ത്യാഗമുണർത്താം, കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടും. നിൻ സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ, നിൻ സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ. നിന്തിരു പൂജയിൽ നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി മാറ്റിയിടൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്കർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ഏകജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ഒരു ശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ ഒരു രക്തമേ, എന്നെ ലഹരിയിൽ ആഴ്ത്തണമേ. മിശിഹായുടെ തിരുവിലാവിലെ ജലമേ, എന്നെ കഴുകി. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞി പരിശുദ്ധ മറിയമേ. അറിയിപ്പ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹായിച്ച ക്രിസ്തുരാജ യൂണിറ്റിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച 5470 രൂപ. മിഷൻ കവർ സംഭാവന 87,850 രൂപ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് ഞങ്ങൾ അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യജീവിതം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. ആവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിലും നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സത്പ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോക ജീവിതം നയിക്കാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.